പൈത്തൺ ബേസിക്സ്. ഈ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്: 1. എന്താണ് പൈത്തൺ? 2. കമ്പ്യൂട്ടറിൽ പൈത്തൺ ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? 3. എന്താണ് പൈത്തൺ ഇന്റർപ്രിറ്റർ? 4. എന്താണ് പൈത്തൺ കമ്പൈലർ? 5. എങ്ങനെ പൈത്തൺ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കാം? ഓക്കെ, കൂടുതൽ വിശദമായി അറിയാൻ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സ്വതന്ത്ര സോഫ്റ്റ്വെയർ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. ഓൺലൈനായും ഓഫ്ലൈനായും നമുക്ക് പൈത്തൺ പ്രവർത്തിപ്പിക്കാം. ഗോയ്ഡോ വാൻ റോസം ആണ് 1991 പൈത്തൺ നിർമ്മിച്ചത്. വെബ് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, മാത്തമാറ്റിക്സ്, സിസ്റ്റം സ്ക്രിപ്റ്റിംഗ് തുടങ്ങിയ വ്യത്യസ്തമായ ഏരിയകളിൽ പൈത്തൺ വളരെ ജനകീയമായ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മാത്രമല്ല, ക്രോസ് പ്ലാറ്റ്ഫോമിലും ഇത് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വിൻഡോസിലും മാക് OSലും ലിനക്സിലും ഒരുപോലെ ഈ ലാംഗ്വേജ് പ്രവർത്തിപ്പിക്കാം. 2. കമ്പ്യൂട്ടറിൽ പൈത്തൺ ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഉബുണ്ടു അല്ലെങ്കിൽ മറ്റുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറിൽ പൈത്തൺ ലഭ്യമാണോ എന്ന് പരിശോധിക്കാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: കീബോർഡിൽ Ctrl-Alt-T ഈ കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കമാൻഡ് ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ ഒരു ടെർമിനൽ ലഭ്യമാകും. അല്ലെങ്കിൽ നമുക്ക് കീബോർഡിലെ വിൻഡോസ് കീ അഥവാ സോഫ്റ്റ്വെയർ ആക്സസ് കീ പ്രസ് ചെയ്ത് സെർച്ച് ഏരിയയിൽ ടെർമിനൽ എന്ന് ടൈപ്പ് ചെയ്താലും നമുക്ക് ഇതേപോലെ ടെർമിനൽ ലഭ്യമാകും. ഇനി ഈ കാണുന്ന ടെർമിനൽ പ്രോംപ്റ്റിൽ നിങ്ങൾ ഇപ്രകാരം ടൈപ്പ് ചെയ്യുക: വേർ ഈസ് പൈത്തൺ? ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, പൈത്തൺ എവിടെയാണ് ഉള്ളതെന്നുള്ള ലൊക്കേഷനും മാത്രമല്ല അതിൻ്റെ വേർഷനും കാണിക്കും. ഇനി പൈത്തൺ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ അതും കാണിക്കും. 3. എന്താണ് പൈത്തൺ ഇന്റർപ്രിറ്റർ? നമ്മൾ എഴുതുന്ന പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ലൈൻ ബൈ ലൈൻ മെഷീൻ കോഡായി കൺവേർട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇന്റർപ്രിറ്റർ. നമുക്ക് പൈത്തൺ 3 ഇന്റർപ്രിറ്റർ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ പ്രോംപ്റ്റിൽ ഇപ്പോൾ പൈത്തൺ 3 എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഇതാ 3 ഗ്രേറ്റർ ദൻ സിമ്പലുള്ള പൈത്തൺ ഇന്റർപ്രിറ്റർ പ്രോംപ്റ്റ് നമുക്ക് ലഭ്യമായി. ഇനി ഇവിടെ വെൽക്കം ടു ബൈറ്റോളജി എന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതിന് നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്: പ്രിന്റ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊട്ടേഷൻ വെൽക്കം ടു ബൈറ്റോളജി കൊട്ടേഷൻ ക്ലോസ് ബ്രാക്കറ്റ് ക്ലോസ്. ഇതാ എൻ്റർ കീ അടിച്ച് നോക്കൂ, വെൽക്കം ടു ബൈറ്റോളജി എന്ന് ഡിസ്പ്ലേ ചെയ്തില്ലേ? ഓക്കെ, ഇനി നമുക്ക് 2 വേരിയബിളിൽ 2 വാല്യൂ സ്റ്റോർ ചെയ്യാം. ഇവിടെ ഞാൻ എടുക്കുന്നത് P എന്ന് പറയുന്ന വേരിയബിളും Q എന്ന് പറയുന്ന വേരിയബിളുമാണ്. Pയിൽ 5ഉം Qയിൽ 5ഉം Qയിൽ 3യും നമ്മൾ സ്റ്റോർ ചെയ്തു. അതിന് P = 5 Q = 3 എന്ന് കൊടുത്തു. സം = P + Q. ഇനി ആ സം എന്ന് പറയുന്ന വേരിയബിൾ പ്രിന്റ് ചെയ്താൽ 5ഉം 3യും ആഡ് ചെയ്ത് അതിൻ്റെ സമ്മ് ഡിസ്പ്ലേ ചെയ്യും. അത് നമ്മൾ പ്രിന്റ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് സമ്മ് കൊട്ടേഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് റിസൾട്ട് ഈസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് കൂടി പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുക്കേണ്ട സ്ട്രിങ് കൊട്ടേഷനിൽ കൊടുക്കുക. റിസൾട്ട് ഈസ് എന്നുള്ളത് നമ്മളിവിടെ കൊട്ടേഷനിൽ കൊടുത്തു, കോമ നേരത്തെ സം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ കൂടി നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ സമ്മിലെ P + Qൻ്റെ സമ്മ് നമുക്കിവിടെ കാണാം. ഓക്കെ, ഇവിടെ പൈത്തണിൻ്റെ ഇൻ്റർപ്രിറ്ററാണ് പ്രവർത്തിപ്പിച്ചത്. ആ ഇൻ്റർപ്രിറ്റർ നമ്മൾ കൊടുക്കുന്ന ഓരോ കമാൻഡ് ലൈനും 1 by 1 പ്രോസസ്സ് ചെയ്ത് മെഷീൻ കോഡാക്കി മാറ്റി അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണിച്ചു തന്നു. ഓക്കെ, എല്ലാവർക്കും പൈത്തൺ ഇൻ്റർപ്രിറ്റർ മനസ്സിലായല്ലോ? 4. എന്താണ് പൈത്തൺ കമ്പൈലർ? അതായത് ഒന്നിൽ കൂടുതൽ ലൈനുകളിൽ ഒരു ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ സഹായത്തോടെ നമ്മൾ എഴുതുന്ന പ്രോഗ്രാം ഇൻസ്ട്രക്ഷനുകൾ ഒരുമിച്ച് മെഷീൻ കോഡായി മാറ്റുന്ന പ്രോഗ്രാമിംഗ് യൂട്ടിലിറ്റിയാണ് കമ്പൈലർ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കൂ, നമ്മൾ ഇങ്ങനെ ഇൻ്റർപ്രിറ്റർ ഉപയോഗിച്ച് ലൈൻ ബൈ ലൈൻ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എഴുതാൻ പറ്റില്ല. അതായത് നമ്മൾ ഇപ്പോൾ സം എടുക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള 2 വാല്യൂ നമുക്ക് ഇൻപുട്ട് ചെയ്യണം കീബോർഡിലൂടെ.
ഇവിടെയാണ് നമുക്ക് പൈത്തണിൻ്റെ കമ്പൈലർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം യൂട്ടിലിറ്റിയുടെ ആവശ്യം. അപ്പോൾ കമ്പൈലർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പൈത്തൺ പ്രോഗ്രാം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഇപ്പോൾ gedit ഉപയോഗിച്ച് നമ്മൾ ഒരു പൈത്തൺ പ്രോഗ്രാം നിർമ്മിക്കുകയാണ്. അതിനായി gedit സ്പേസ് welcome.py എന്ന് പറയുന്നത് ഈ പൈത്തൺ പ്രോഗ്രാമിൻ്റെ എക്സ്റ്റൻഷനാണ്. വെൽക്കം എന്ന് പറയുന്നത് അതിൻ്റെ പേരും. ഇനി നമ്മൾ ഈ gedit വിൻഡോയിൽ പ്രിൻ്റ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊട്ടേഷൻ വെൽക്കം ടു പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊട്ടേഷൻ ക്ലോസ് ബ്രാക്കറ്റ് ക്ലോസ് ഈ ഫയൽ welcome.py എന്ന പേരിൽ സേവ് ചെയ്യുകയാണ്. ഇനി ഇത് നമുക്ക് എങ്ങനെ കമ്പൈൽ ചെയ്യാമെന്ന് നോക്കാം. അതിനായി പൈത്തൺ 3 welcome.py എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അടിക്കുക. ഓക്കെ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഔട്ട്പുട്ടാണ് ആ തൊട്ടടുത്ത ലൈനിൽ നമുക്ക് കാണുന്നത്, അതായത് വെൽക്കം ടു പൈത്തൺ. ഓക്കെ, ഇപ്പോൾ എങ്ങനെ ഒരു പൈത്തൺ പ്രോഗ്രാം എഴുതാമെന്നും അത് കമ്പൈൽ ചെയ്യാമെന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. മാത്രമല്ല, തുടർന്നും ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.